ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് പ്രഡിക്ഷൻസ് ആണ്. ഓക്കെ, മാർച്ച് മന്ത് എങ്ങനെയായിരിക്കും, ഓക്കെ, മാർച്ചിൽ നമുക്ക് ഓവറോൾ എനർജി എന്താണ്, നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, ഓക്കെ, എന്തൊക്കെ ബ്ലെസ്സിങ്സ്, എന്തൊക്കെ ചാലഞ്ചസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ തീമുണ്ടോ മാർച്ചിലത്തേക്ക്. സോ നമുക്കത് നോക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ 3 ക്രിസ്റ്റൽസ് തരാം. ഓക്കെ, പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. ഗ്രീൻ ക്രിസ്റ്റൽ ഫോർ പൈൽ 1, ബ്ലൂ ക്രിസ്റ്റൽ ഫോർ പൈൽ 2 ആൻഡ് green for pile 1, blue for pile 2 and red for pile 3. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിസ്റ്റൽ ചൂസ് ചെയ്യാം. ഓക്കെ, ശരി, ഇനി നമുക്ക് വീഡിയോയിൽ കാണാം. ഹായ് പൈൽ 1, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റലാണ് ലൈക്ക് ഗ്രീൻ ക്രിസ്റ്റൽ, ഹാർട്ട് ചക്ര ക്രിസ്റ്റൽ, റിലേറ്റിംഗ് ടു ഹാർട്ട് ചക്ര. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. പിന്നെ ഗ്രോത്ത്, അബണ്ടൻസിനെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ക്രിസ്റ്റലാണിത്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം മാർച്ചിൽ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന്. സ്പിരിറ്റ്, നമുക്ക് അറിയേണ്ടത് മാർച്ചിലെ പൈൽ 1ൻ്റെ തീം എന്തായിരിക്കും എന്നുള്ളതാണ്. മാർച്ച് പൈൽ 1's തീം ഫോർ മാർച്ച് ഫോർ പൈൽ 1. പൈൽ 1ൻ്റെ തീം എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത്. യിൻ ആൻഡ് യാങ്, ബാലൻസിങ് ഓഫ് എനർജി. സൂപ്പർ. ഓക്കെ, നിങ്ങളുടെ മാർച്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ബാലൻസിങ് ഓഫ് എനർജിയാണ്. യിൻ ആൻഡ് യാങ്ങിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. യിൻ ആൻഡ് യാങ്ങിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ പറയില്ലേ, നമ്മുടെ ഷാഡോ സെൽഫും അതുപോലെ തന്നെ ലൈറ്റ് സെൽഫും, അതുപോലെ നമ്മുടെ ഡിവൈൻ ഫെമിനൻ, ഡിവൈൻ മാസ്കുലിൻ, ഇതെല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു മന്തായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, നമുക്ക് പലതും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും ഒരു സൈഡിൽ, ഈ പറഞ്ഞ പോലെ നമുക്ക് ആക്ഷൻ എടുക്കാൻ ഒരു പേടി ഉണ്ടാവും, റിസ്ക് എടുക്കാനുള്ളൊരു പേടി. പക്ഷേ മാർച്ച് മന്ത് അങ്ങനെ ആയിരിക്കില്ല. ഇത് രണ്ടും, അതായത് നമ്മൾ ഡിവൈൻ ഫെമിനനും മാസ്കുലിനും ബാലൻസ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യമൊക്കെ നമുക്ക് വരും. ഓക്കെ, സോ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തീം ഫോർ ഈ പറഞ്ഞ പോലെ മാർച്ച് മന്ത് എന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് എനർജി, ആക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ഓൺ പോയിൻറ്റ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ മേജർ ചാലഞ്ചാണ് അഡ്ജസ്റ്റൻറ്റ് പോസിബിലിറ്റീസ്. ചാലഞ്ച് ആയിക്കൂടാന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പല പല പോസിബിലിറ്റീസ്, നമ്മുടെ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കൺഫ്യൂഷൻസാണ്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരിക, ഒരുപാട് ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഏതാ ചൂസ് ചെയ്യേണ്ട, എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് മാർച്ച് മന്തിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരുപാട് പോസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ടാവും മാർച്ചിൽ. ഓക്കെ, അതായത് നമുക്കിപ്പം ഒരുപാട് കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ കൂടി ടെൻഷനാണ്, ഏത് ഫസ്റ്റ് ചെയ്യണം, ഏത് പിന്നെ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പം നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചാലഞ്ച് എന്ന് പറയുന്നത് പല പല കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതായിരിക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരുപാട് പോസിബിലിറ്റീസ്, ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളും വരുന്നു, ഏത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണമെന്നും അറിയാണ്ട് നമ്മളൊന്ന് കൊടുക്കുന്നൊരു മന്ത്. പിന്നെ ബ്ലെസ്സിങ് എന്താണ് സ്പിരിറ്റ്? പൈൽ 1ൻ്റെ ബ്ലെസ്സിങ് ഫോർ ദ മന്ത് ഓഫ് മാർച്ച്. വൺ മോർ ടൈം സ്പിരിറ്റ്. താങ്ക് യു സ്പിരിറ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, വാവ് 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 വാവ്. ഈ പറഞ്ഞ പോലെ
എന്തെങ്കിലും പർട്ടിക്കുലർ സാധനത്തിൽ നമ്മൾ കുടുങ്ങി കിടക്കുക എന്ന് പറയില്ലേ, എനിക്കിതിനകത്ത് ഡെവിൽ കാർഡിൻ്റെ എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, ഡെവിൽ കാർഡ്, അതായത് നമ്മൾ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു പാറ്റേണിൽ ആയി പോവുക, അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിങ് പാറ്റേണിലായി പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ലൈഫിൽ വരിക. വാവ്. ഞാനിപ്പോൾ ഇവിടെ കണ്ടൊരു കാര്യം, ഇവിടെ 22 വിച്ച് കംസ് ടു 4, 24 വിച്ച് കംസ് ടു 6 ആൻഡ് ദർ ഇസ് 5, 4, 5, 6. ഓക്കെ, അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു ചാലഞ്ചിങ്, അതായത് നമ്മൾ പറയില്ലേ, ചിലയിടത്ത് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ അറ്റാച്ച്മെൻറ്റ് മാറാനും, അതുപോലെ തന്നെ അത് നമുക്കൊന്ന് മനസ്സിലാക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ മാറണം, അല്ലെങ്കിൽ സോറി ഗൈസ്, എനിക്കത് ഭയങ്കരമായിട്ട് ചരിഞ്ഞിരിക്കുന്ന ഒരു ഫീല്. ഓക്കെ, മാറണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകും എസ്പെഷ്യലി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡിലൊരു എന്താ പറയുക, നമുക്ക് അതില്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു ഇഷ്യൂ നമുക്കുണ്ടാകും. പക്ഷേ ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് മൈൻഡ് സെറ്റ്. കാരണം നമ്മുടെ ഇവിടെ തീം എന്ന് പറയുന്നത് തന്നെ ബാലൻസിങ് ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ഓഫ് എനർജി വരുമ്പോൾ, നമ്മുടെ എനർജി ബാലൻസിൽ വരുമ്പോൾ നമുക്കറിയാം എന്ത് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം, എന്ത് നമ്മുടെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഈ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉപയോഗമില്ലാത്ത, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മുടെ ലൈഫിലുള്ളത്, അല്ലെങ്കിൽ ചില എന്താണ് അഡിക്ഷൻസ് അല്ല, എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കഴിക്കാനുള്ള കാര്യം. ഓക്കെ, നമുക്കറിയാം അത് അത്രയും കഴിക്കുന്നത് നല്ലതല്ല, പക്ഷേ ഒരു വല്ലാത്തൊരു അത് കണ്ടു കഴിഞ്ഞാൽ അത് കഴിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ്, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ പറഞ്ഞ പോലെ മാർച്ച് മന്തിൽ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നു. ഓക്കെ, നമ്മുടെ ലൈഫിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീലിംഗ് ആ പർട്ടിക്കുലർ സാധനത്തിനോടായിരുന്നാലും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിലായിരുന്നാലും ഉണ്ടാവില്ല, ലെറ്റ് ഗോ ചെയ്യുന്നു. ഓക്കെ, alright, final card is the world card. ഓക്കെ, എന്തെങ്കിലും ഫൈനലായിട്ട് പറയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് എടുത്ത കാർഡ് വേൾഡ് കാർഡാണ്, കംപ്ലീഷൻ്റെ കാർഡാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി ഒരു സൈക്കിൾ കംപ്ലീഷനാണ് നിങ്ങളുടെ ലൈഫിൽ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് കാർമിക് സൈക്കിൾസ്. കാരണം എനിക്ക് ഈ അറ്റാച്ച്മെൻറ്റ് കണ്ടപ്പോൾ ഒരു കാർമിക് സൈക്കിൾ ഉള്ളതായിട്ടും, ആ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ചെയ്യുന്നതായിട്ടും ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നതായിട്ടും ഉള്ളൊരു എനർജിയാണുള്ളത്. 2+9 വിച്ച് ഈസ് 11 മാസ്റ്റർ നമ്പറാണ്, ഏഞ്ചൽ നമ്പറാണ്. സോ ഡെഫിനറ്റ്ലി വളരെ പോസിറ്റീവ് മന്ത് ആയിരിക്കും ഡെഫിനറ്റ്ലി നിങ്ങൾ പൈൽ വൺസിന് വേണ്ടിയിട്ട്. മാർച്ച് മന്ത് 6 ചക്ര ദാറ്റ് ഈസ് അവർ തേർഡ് ഐ ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇൻറ്റ്യൂഷൻ്റെ കാര്യം ഞാൻ ഈ കാർഡ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻറ്റ്യൂഷൻ. കാരണം ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റ്യൂട്ടീവ്, അതായത് നമ്മുടെ സേക്രൽ ചക്രയാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ മെയിനായിട്ടുള്ള സംഭവം. അപ്പം അതാണ് ഈ പറഞ്ഞ പോലെ കാണുന്നത്. ഗ്രേറ്റ് കാർഡ്സ് ടു ഗെറ്റ്. നമുക്ക് നോക്കാം ഫർദർ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ടാരോ കാർഡ്സ് വെച്ച് സ്പിരിറ്റ് പാവ്, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫൈനാൻസസ്, സ്പിരിറ്റ്. ഞാനിത് എനിവേ വേൾഡ് കാർഡ് വന്നു, ഞാൻ എടുക്കുക ഈ കാർഡ്സ്. സ്പിരിറ്റ്, ഓക്കെ, ദി എംപറർ കാർഡ്. ഓക്കെ, 2 more cards. Okay, thank you Spirit, thank you very much. ജഡ്ജ്മെൻറ്റ്, ഒന്നും പറയാനില്ല കേട്ടോ. അടുത്ത മാസം ഒരുപാടെന്ന് വെച്ചാൽ എന്ത് പറയാൻ, ഞാൻ പല ആൾക്കാരെയും തിരിച്ചറിയുക. ഞാൻ ഈ തിരിച്ചറിവിൻ്റെ കാര്യം ഇതിൽ ഏതോ ഒരു റീഡിങ്ങിൽ പറയുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടുന്നത് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഈ മാർച്ച് മന്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡ് കാർഡ് ട്വൈസ്. ഓക്കെ, വേൾഡ് കാർഡ് കംപ്ലീഷൻ്റെ കാർഡ്. ഒരു പർട്ടിക്കുലർ സൈക്കിൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നു, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു എന്നതിൻ്റെ കൺഫർമേഷനാണ്. അതുപോലെ തന്നെ 2, 3, 4 എനിക്കറിയില്ല നിങ്ങളുടെ ഏഞ്ചൽ നമ്പർ വല്ലതും ആണോ 2, 3, 4. അങ്ങനെയാണെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ നമ്പർ. 4 നമ്പർ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. കാര്യം എനിക്കിവിടെ 4 ദ എംപറർ കാർഡിനകത്തും ഉണ്ട്, ഈ പറഞ്ഞ പോലെ 6 ചക്ര ആർക്കേഞ്ചൽ മെറ്റാട്രോണിനകത്തും 4 ഉണ്ട്, യിൻ ആൻഡ് യാങ് നമ്പറിനകത്തും 4 ഉണ്ട്. അപ്പോൾ 444 നിങ്ങൾ കാണുന്നൊരു നമ്പറായിരിക്കും മാർച്ച് മന്തിൽ. ഓക്കെ, 444 നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി,
ഗുഡ് പാർട്ട്ണർഷിപ്പ്, നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ബാലൻസ് ആൻഡ് ഹാർമണി, എന്താണ്, എല്ലാം ഉണ്ടാകുന്ന ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു നമ്പറാണ് 444. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി മാർച്ച് മുതൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു നമ്പർ 444 ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലീഡർഷിപ്പ് ക്വാളിറ്റീനെ പറയില്ലേ, യിൻ ആൻഡ് യാങ്ങിൻ്റെ എനർജി വരുമ്പോൾ നമ്മൾ ആ ഒരു എനർജിയിൽ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എനർജിക്കുള്ള എന്താണ് ഇംബാലൻസസിനെ മാച്ച് ചെയ്ത് ബാലൻസ് ചെയ്ത് വരികയാണ്. അപ്പം നമ്മൾ ആക്ഷൻ ചെയ്യാം, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. എംപററിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷനാണ്. ഓക്കെ, പുള്ളി ചുമ്മാ നോക്കിയിരിക്കുന്ന ഒരാളല്ല. പുള്ളിയുടെ എനർജി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കാര്യം തീരുമാനിക്കുന്നു, അതിന് ആക്ഷൻ എടുക്കുന്നു. അല്ലാണ്ട് ചിന്തിച്ച് പിന്നെ ഈ സൈഡ് എന്ത്, ആ സൈഡ് എന്ത്, അതിനെന്ത്, അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കില്ല. പുള്ളി ഒന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ യെസ് ഇത് എന്താണ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇതെങ്ങ് എന്താണ് നോക്കാം എന്ന് പുള്ളി ഡിസൈഡ് ചെയ്താൽ ദാറ്റ്സ് ഇറ്റ്, പുള്ളി അങ്ങ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലായിരിക്കും മാർച്ച് മന്ത് നിങ്ങൾ. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഒന്നും ഇല്ല, സ്റ്റെബിലിറ്റി വരുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കുള്ള ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സയൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ഒരു ന്യൂ ഡോർ, അഡ്ജസ്റ്റൻറ്റ് പോസിബിലിറ്റി, ചാലഞ്ചസിലാണ് പറഞ്ഞത്. പക്ഷേ ഒരുപാട് പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ മാർച്ച് മന്ത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ് കേട്ടോ. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം അത് നിങ്ങൾക്ക് എനർജറ്റിക്കലി ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ സിഗ്നിഫിക്കൻ്റ് മന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മന്ത് എന്ന് പറയുന്നത്. കംപ്ലീഷനും അതുപോലെ ജഡ്ജ്മെൻറ്റ്, അവേക്കനിങ്, അതായത് പല ടൈപ്പ് ഓഫ് അവേക്കനിങ്സ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്താണ്, അയാളുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, അയാളുടെ യഥാർത്ഥ മുഖം എന്താണ്, അയാൾ കാണിക്കുന്നത് തന്നെയാണ് ജെനുവിൻ ആണോ അല്ലയോ, അതിനെക്കുറിച്ചുള്ള എല്ലാ ക്രിട്ടിക്കലായിട്ടുള്ള എന്ത് സംഭവത്തിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നു. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും പർട്ടിക്കുലർലി കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് എനർജിയിലാണ്, ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് യെസ് ഞാൻ ചെയ്യാൻ പോവുകയാണ്, എന്ത് കോഴ്സ് ആണെങ്കിലും ചെയ്യാം. കാരണം ആ ഒരു പാഷൻ വരികയാണ്. പേജ് ഓഫ് വാണ്ട്സ് ആണ്, അതായത് പഠിക്കുക, അല്ലെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ഇത് ചെയ്യുക, എന്താണ് ഒരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ പർട്ടിക്കുലർ എൻ്റെ ഒരു സ്റ്റെബിലിറ്റി, എൻ്റെ ലൈഫിൽ എനിക്കൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്ന് വിചാരിച്ച് മുന്നോട്ട് വരുന്ന ഒരു എനർജി ആയിരിക്കും മാർച്ച്. ഒരു രക്ഷയില്ല, എനർജീസൊക്കെ ഹൈ ആണ്. ഈ പറഞ്ഞ പോലെ സേവിങ് മെൻറ്റാലിറ്റീസ് ഒന്നും ഇല്ല. ഇത് ഓരോരുത്തർക്കും വാവ് സൂപ്പർ. അയ്യോ അടിപൊളി. 4 ഞാൻ ഈ 4 ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ബട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. എസ്പെഷ്യലി നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ 4 ഉണ്ട്, ഇതിൽ 4 ഉണ്ട്, ഇതിലും 4 തന്നെ ഉണ്ട്, 4 തന്നെ ഉണ്ട്. ഡെഫിനറ്റ്ലി ഭയങ്കര സൂപ്പർ മന്താണ് കേട്ടോ, ഒന്നും പറയാനില്ല. നിങ്ങളുടെ മാർച്ച് മന്ത് നിങ്ങൾ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒന്ന് പറയണേ. കാരണം വെച്ചാൽ എനിക്ക് ഇത്രയും എനർജീസ് കിട്ടുമ്പം ആ ഒരു പോസിറ്റീവ് വൈബ്സ് നിങ്ങളിൽ ഈ മാർച്ച് മന്തിൽ എന്താണെങ്കിലും ഉണ്ടാവും. സൂപ്പർ. കാരണം ഇത്രയും എനർജി ഫ്ലോ ചെയ്യാണ്. അതുപോലെ നിങ്ങളുടെ ചക്രാസിലെ സിഗ്നിഫിക്കൻറ്റ് ചക്ര ഏതായിരിക്കും? ഹാർട്ട് ചക്ര ഓഫ് കോഴ്സ്. കാരണം ഇതിൽ ഗ്രീൻ കളർ, ഇതിൽ ഗ്രീൻ കളർ, ഇതിൽ ഗ്രീൻ കളർ, ഇതിൻ്റെ ഈ സൈഡിൽ ഗ്രീൻ. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യിൻ ആൻഡ് യാങ്ങിൽ യെല്ലോ കളേഴ്സും ഉണ്ട്. പക്ഷേ അതാണ്ട് ഇവിടെ എല്ലാം ഗ്രോത്തിൻ്റെ ഗ്രീൻ കളർ. സിഗ്നിഫിക്കൻറ്റ് കളേഴ്സിൽ ഡെഫിനറ്റ്ലി ഹാർട്ട് ചക്ര ഉണ്ട്. ഓക്കെ, സോ അടിപൊളിയാണ് മാർച്ച്. നമുക്ക് ഫർദർ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും പർട്ടിക്കുലർ ഗൈഡൻസ് ഉണ്ടോ സ്പിരിറ്റ്? നമുക്ക് ഈ മാർച്ചിലത്തേക്ക് പൈൽ 1 ഒരു പർട്ടിക്കുലർ ഗൈഡൻസ് ഒന്നല്ല, എനിക്കൊരു 3 കാർഡ്സ് വേണം ആൻഡ് 1 ഫൈനൽ കാർഡ് ഫ്രം ദിസ്. താങ്ക് യു സ്പിരിറ്റിനെ. അടിപൊളി എനർജീസാണ്. ക്ലെയിം ചെയ്യണേ, കാരണം ഇങ്ങനത്തെ പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്തില്ല പിന്നെ എന്ത് ക്ലെയിം ചെയ്യാനാണ്? ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. Don't let your past hold you back. Wow. All right. A win-win outcome is forecast. Libra energy, balance and harmony energy. Okay. Don't let your past hold you back. എന്തെങ്കിലും പാസ്റ്റ്, നമ്മുടെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പാസ്റ്റ് എന്തെങ്കിലും നമുക്കൊരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ അതങ്ങ് വിട്ട് കളയും. പക്ഷേ നിങ്ങൾ പൈൽ 1 അങ്ങനെയല്ല. നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊരു പർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തു, വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആയില്ല. അപ്പം നിങ്ങളവിടെ സക്സസ്ഫുൾ ആയില്ല, അപ്പം ഇതിനി കണ്ടിന്യൂ ചെയ്യണോ? സത്യം ഇവിടെ അടുത്തൊരു
അമ്പലത്തിൽ മണിയാണ് ഇപ്പോൾ കേട്ടത്. അപ്പം ചെയ്യണോ വേണ്ടേന്നുള്ളത് എന്നുവെച്ചാൽ അത് നമ്മൾ പറയില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണെന്ന് പറയുന്ന പോലെയാണ് നിങ്ങളുടെ കാര്യം. കാരണം നിങ്ങൾ ഇതിന് മുന്നേ ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നാലും ചിലപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ അത്രയും ഭയങ്കര ഹർട്ടിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ പിന്നെ നമുക്കൊരു റിലേഷൻഷിപ്പിലാകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമുക്ക് ഓൾറെഡി ഒരു പാസ്റ്റ് ഭയങ്കര ഹർട്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ജോബ് സിറ്റുവേഷൻ നമ്മൾ വിചാരിച്ചത് ആയിരുന്നിട്ടുണ്ടാവില്ല. നമ്മൾ വളരെ ഹാപ്പി ആയിട്ടും സൂപ്പർ എനർജിയിലാണ് പോയത്. ബട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് അവിടുത്തെ കൊളീഗ്സ് ആണെങ്കിലും, അപ്പം നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ പിന്നെ പുതിയൊരു ജോബിൽ പോയി കഴിഞ്ഞാലും ഇതെല്ലാം നമ്മളെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പം ഹോൾഡ് ചെയ്ത് വെക്കുക വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ, പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് കൊടുക്കേണ്ട എനർജി പേടിയോ അല്ലെങ്കിൽ ടെൻഷനോ സ്ട്രെസ്സോ ഒന്നുമല്ല. അവിടെ യെസ്, അങ്ങനെയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, താങ്ക്ഫുൾ ആകുന്നു. ആ ഒരു ലവ് എനർജി അവിടെ കൊടുക്കുക. കാരണം എന്തൊക്കെയാണ് സിറ്റുവേഷൻ നിങ്ങളെ മാർച്ചിൽ വന്നാലും ആ സിറ്റുവേഷനിൽ എല്ലാത്തിലും ഒരു വിൻ വിൻ ഔട്ട്കം നമ്മൾ പറയില്ലേ, ഡെഫിനറ്റ്ലി നമുക്കൊരു ഒരു ഹയർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് റൈറ്റ് അല്ലെങ്കിൽ സക്സസ്ഫുൾ എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ് മാർച്ച്. എന്താണെന്ന് എനിക്കറിയില്ല. സൂപ്പർ എനർജീസാണ് കേട്ടോ മാർച്ചിൽ. നിങ്ങൾ ഒരുപാട് പോസിബിലിറ്റീസും ഒരുപാട് ആക്ഷൻ എടുക്കുന്ന മന്തും നമ്മൾ പറയില്ലേ. ശോധം ഇതിനകത്തുനിന്ന് വന്നില്ല. ശോധം റിയൽ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാർഡുണ്ട്. ഷോ ദ വേൾഡ് ദ റിയൽ യു എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു എനർജിയാണ് മാർച്ചിൽ നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. ഓൾ റൈറ്റ്, നമുക്കൊരു ഫൈനൽ കാർഡും കൂടെ വേണം. ഒറ്റ കാർഡ് മതി. ഫൈനൽ card for pile 1, protection. wow. നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും എന്ത് കാര്യങ്ങൾ മാർച്ചിൽ ചെയ്തിരുന്നാലും ട്രസ്റ്റ് ചെയ്യുക. യു ആർ പ്രൊട്ടക്റ്റഡ്, യു ആർ ഡിവൈൻലി ഗൈഡഡ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ, കാരണം തേർഡ് ഐ ചക്ര ഉള്ളത് കൊണ്ട് തന്നെ സൈക്കിക് എബിലിറ്റീസ് ഉള്ള പല ആൾക്കാർ ഇതിനകത്ത് റീഡിങ് കാണുന്നുണ്ട്. നിങ്ങളുടെ പല സൈക്കിക് എബിലിറ്റീസും കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഇൻഡെപ്തിലോട്ട് വരും എന്നുള്ളതിൻ്റെ ഒരു സിറ്റുവേഷനുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലെ നമ്മൾ സൈക്കിക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു സാധനം പ്രൊട്ടക്ഷനാണ്. ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇതിൽ ആരെങ്കിലും എംപാത്ത് സൈക്കിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റീഡിങ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ പ്രൊട്ടക്റ്റഡ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് യു ആർ പ്രൊട്ടക്റ്റഡ് എന്നാണ് മെയിൻലി വരുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ഭയങ്കര സിമ്പിളായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഗൈഡൻസാണ്. ഒന്നും സിമ്പിളല്ല. കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്നല്ല. ഇതിനെല്ലാത്തിനും എൻ്റെ ടേബിളിൽ കണ്ടാൽ തന്നെ അറിയാം ഞാൻ എന്തുമാത്രം ക്രിസ്റ്റൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതെന്നുള്ളത്. അപ്പം ആ ഒരു പ്രൊട്ടക്ഷൻ എടുത്ത് വേണം ചെയ്യാൻ. നമ്മുടെ ലൈഫിൽ എന്താണെങ്കിലും, ഈവൻ നമ്മളൊരു ടാരോ കാർഡ് എടുത്ത് റീഡ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു പ്രൊട്ടക്ഷൻ, സൈക്കിക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊന്ന് പ്രേ ചെയ്യുക. അതായത് നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മുടെ എനർജീസും കാര്യങ്ങളും എല്ലാം സ്പിരിറ്റ് ഗൈഡ്സിന് ഇട്ട് കൊടുത്തിരിക്കുന്നത് അവരുടെ രജിസ്റ്ററാണെന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങുക. ഓക്കെ, ഫെയറി ഓഫ് പ്രൊട്ടക്ഷൻ ആർ ഷീൽഡിങ് യു വിത്ത് എ മാജിക്കൽ റിംഗ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. പ്രാക്ടീസ് സൈക്കിക് പ്രൊട്ടക്ഷൻ ബിഫോർ എംപാർക്കിംഗ് അപ്പോൺ എനി സ്പിരിച്വൽ വർക്ക്. സൈക്കിക് പ്രൊട്ടക്ഷൻ എനിക്കറിയില്ല, ആർക്കെങ്കിലും ഒരാൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2-3 പേർക്കുണ്ടാവും. പക്ഷേ വാവ് ഒന്നും പറയാനില്ല. സൂപ്പർ എനർജി ഫോർ മാർച്ച്. ക്ലെയിം ചെയ്യുക. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക, ബ്ലെസ്ഡ് ഫീൽ ചെയ്യുക. ഓക്കെ, ഓൾ റൈറ്റ്, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുനിന്ന് ഗൈഡൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു വെരി മച്ച്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. വേറെ അടുത്തൊരു റീഡിങ്ങിൽ നമുക്ക് കേട്ടുമുട്ടാം. ബൈ. ഹായ് പൈൽ 2. പൈൽ 2 ചൂസ് ചെയ്തത് നമ്മുടെ ലാപ്പിസ് ലസൂലിയാണ്. ലാപ്പിസ് ലസൂലി ക്രിസ്റ്റൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിലേറ്റിംഗ് ടു അവർ ത്രോട്ട് ചക്ര, കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി ഓൺ ദ ടോപ്പ് ആയിരിക്കും മാർച്ച് മന്തിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയാണ്.
ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂസ് എന്തെങ്കിലും നമ്മൾ പറയില്ല, ഞാൻ ഇങ്ങനെയല്ല പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഞാൻ പറയാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് പറഞ്ഞ് ഭരിക്കാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് പറയും, ലൈക്ക് യെസ്, ഞാൻ വിചാരിച്ച രീതിയിൽ, ഞാൻ പറയേണ്ട രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റി എന്നുള്ളത് ഈ മാർച്ച് മന്തിൽ നിങ്ങളത് എടുത്തു പറയുന്നൊരു കാര്യമായിരിക്കും. ഓക്കെ, ത്രോട്ട് ചക്ര. ഓക്കെ, നമുക്ക് നോക്കാം. തീം ഫോർ പൈൽ 2 സ്പിരിറ്റ്. തീം ഫോർ പൈൽ 2 സ്പിരിറ്റ്. എനിക്ക് എല്ലാം കൂടി ഞാൻ ഈ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എനിക്ക് ഓരോന്നോരോന്ന് തരണം സ്പിരിറ്റ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു. ഓൾ റൈറ്റ്, നമുക്ക് ഷഫിൾ ചെയ്ത് വെച്ചേക്കാം. തീമും എല്ലാം ഒരുമിച്ച് വരട്ടെ. ഓൾ റൈറ്റ്, ഫസ്റ്റ് നിങ്ങളുടെ തീം ഇസ് വാക്കിംഗ് എവേ. ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ ഒരു 8 ഓഫ് കപ്സിൻ്റെ എനർജി. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിൽ സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ പോവുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പോവുക, ഒരു ജോബിൽ നിന്ന് നമ്മൾ പോവുക. ഓക്കെ, പക്ഷേ ഈ പോകുന്നത് എനിക്ക് എന്ത് തന്നെയായിരുന്നാലും അത് വളരെ പോസിറ്റീവാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പർട്ടിക്കുലർ കേജിനകത്തായിരുന്ന ഒരു ഫീലാണ് നമ്മൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ. കംപ്ലീഷൻ്റെ നമ്പറാണ് 9 ആണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ പെട്ടുപോയി എന്നല്ല നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഈ മാർച്ച് മന്തിൽ നിങ്ങളുടെ ആ ഒരു പെട്ടുപോയ അവസ്ഥ ഒരുപാട് പേരുടെ കാർമിക് ഡെറ്റ്സ് ക്ലിയർ ചെയ്യുന്നൊരു മന്ത് അല്ലെങ്കിൽ പീരീഡ് ആണ് ഈ പറഞ്ഞ പോലെ മാർച്ച് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് ചേഞ്ചസും, അതുപോലെ പോസിറ്റീവ്, ചുമ്മാ ഉള്ള ചേഞ്ചസ് അല്ല, പോസിറ്റീവ് ചേഞ്ചസും അതുപോലെ ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക മന്ത്. അതാണ് നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത്. ഓക്കെ, ആവശ്യമില്ലാത്ത നമ്മൾ പറയില്ല, നമ്മൾ ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മളില്ല, നമ്മൾ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞു, വോക്ക് അവേ ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് കൊടുക്കുന്നൊരു സെൽഫ് റെസ്പെക്റ്റും കൂടിയാണ്. അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ആക്ച്വലി ആവശ്യമില്ല, സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കാറുണ്ട്. പക്ഷെ ആ ഒരു വാല്യൂ, അത് നമ്മുടെ വാല്യൂ ആണ്, മനസ്സിലായി? നമ്മൾ കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ലൈക്ക് പറയുന്നത്, അവിടെ ഞാൻ പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇവൻറ്റിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആ പേഴ്സണുമായിട്ട് എനിക്ക് അത് നമുക്ക് കിട്ടുന്ന ഒരു സിഗ്നിഫിക്കൻസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള നമ്മൾ സിഗ്നിഫിക്കൻ്റ് അല്ലാന്ന് നമുക്ക് തോന്നുന്ന പല സിറ്റുവേഷനിൽ നിന്നും വോക്ക് അവേ ചെയ്ത് പോയി വളരെ ഇമോഷണലി ഹാപ്പി ആവുന്ന ഒരു മന്ത് തന്നെയാണ് നിങ്ങളുടെ തീം. നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റോ? നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് ബ്ലെസ്സിങ്സിനകത്താണ് വന്നിരിക്കുന്നത്. ബ്ലെസ്സിങ്സിനകത്ത് അറ്റാച്ച്മെൻ്റ് ആണ്. ഓക്കെ, ബ്ലെസ്സിങ്സിന് അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പൈൽ 1 കിട്ടിയ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, അതായത് നമുക്ക് ചില സിറ്റുവേഷൻ, ചില വസ്തുക്കൾ, ചില കാര്യങ്ങളിലോട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, ചിലൊരു പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ലെറ്റ് ഗോ ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ലെറ്റ് ഗോ ചെയ്ത് ഈ പറഞ്ഞ പോലെ മൂവ് ഓൺ ചെയ്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നു. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മന്ത് തന്നെയായിരിക്കും മാർച്ച്. അതുപോലെ തന്നെ നമുക്ക് പലരുടെയും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് എനിക്ക് മുഖംമൂടി വലിച്ചെറിയാൻ പറ്റുന്നൊരു എനർജികൾ കിട്ടുന്നുണ്ട്. എനിക്ക് പലരുടെയും മുഖംമൂടി വലിച്ചെറിഞ്ഞ് അവരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മന്ത് കൂടി തന്നെയായിരിക്കും മാർച്ച് പൈൽ 2-ന്. പൈൽ 2-ൻ്റെ ചാലഞ്ചസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഷഫിൾ ചെയ്തത്. നിങ്ങളുടെ ചാലഞ്ചസും മറ്റേ അഡ്ജസ്റ്റ് പോസിബിലിറ്റീസ് ആണല്ലോ. കുറച്ച് വ്യത്യാസം എന്തോ ഉണ്ടായിരുന്നു അല്ലേ? വാവ്, ചാലഞ്ചസ് നിങ്ങളുടേത് അഡ്ജസ്റ്റ് പോസിബിലിറ്റീസ് ആണ്. പല പല പോസിബിലിറ്റീസ് ഉണ്ടാവും. പക്ഷേ എനിക്കിവിടെ ജസ്റ്റ് പല പോസിബിലിറ്റീസ് അല്ല, ഇവിടെ എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയും അവർക്ക് കിട്ടിയ എനർജിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ പല പല പോസിബിലിറ്റീസ് തേടി പോകുന്നുണ്ട്, മനസ്സിലായ? അതായത് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി പറ്റിയില്ല, ശരി അടുത്തത്, പിന്നെ അടുത്തത്, എന്ത് ചെയ്യാം? അതായത് നമ്മൾ പറയില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്താൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, നിങ്ങളുടെ ലൈഫിലുള്ള ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോബ് സിറ്റുവേഷൻ ആണെങ്കിലോ, ഈ പറഞ്ഞ പോലെ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലും എവിടെ മുട്ടിയോ, നമ്മൾ പറയില്ലേ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ തന്നെ എവിടെ മുട്ടണം, ഏത് ഡോറിൽ നമ്മൾ മുട്ടിയാൽ നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ അത് കണ്ടുപിടിച്ച് പോകാൻ എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ പോലെ മാർച്ചിൽ ഫേസ് ചെയ്യുന്നൊരു എനർജി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്ലസ് വേറെ
ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ചല്ലേ ഷഫിൾ ചെയ്തത്. ഇത് അവർക്ക് തീമായിരുന്നു. കളക്റ്റീവ് മൊത്തം കൊള്ളാമല്ലോ. എനിക്ക് ഒന്നെങ്കിൽ കളക്റ്റീവ് കൊള്ളാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കാണുന്നുണ്ട്. ഒരാൾ തന്നെ ഫുൾ വീഡിയോസ് കാണുന്നുണ്ട്. ഞാൻ ഗ്യാങ് ആണ്. ഓക്കെ, ബാലൻസിങ് ഓഫ് എനർജി. നമ്മുടെ ലൈഫിൽ ബാലൻസ് ആൻഡ് ഹാർമണി വരുന്നു. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ്. ഗൈസ്, എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ 5 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്. 4, 5, 6 ഒന്നും പറയാനില്ല കേട്ടാ. നിങ്ങളെല്ലാവരും കളക്റ്റീവ്ലി എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കളക്റ്റീവ്ലി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനർജീസ് പറയുകയാണെങ്കിൽ. ആ ഒരു ബാലൻസിങ്ങിൻ്റെ എനർജിയും അതുപോലെ തന്നെ പോസിബിലിറ്റീസ് തേടി പോവുക ഇതൊന്നും ചെറിയ കാര്യമല്ല. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു മന്ത് തന്നെയാണ് മാർച്ച്. ഏഞ്ചൽ ഓഫ് ലവ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏഞ്ചൽ ഓഫ് ലവിൻ്റെ എനർജി ഉണ്ട്. ലവ് എനർജി നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ആരെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ട്ണറെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പാർട്ട്ണറുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് പാത്തിലൂടെ പോയിരുന്നാലും നിങ്ങൾ അടുത്ത മാസം എന്ത് ചെയ്യുന്നാലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ 4, 5, 6 വിച്ച് കംസ് ടു 7, 43 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പം ആ ഒരു പാറ്റേൺ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എത്തേണ്ടടുത്ത് എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ട് ലൈക്ക് അയ്യോ ഈ പർട്ടിക്കുലർ പേഴ്സൺ കൊള്ളാമോ, അതോ ഞാൻ ഈ പർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൻ ഹോൾഡിങ് എ കോയിൻ വെച്ച് ഏഞ്ചൽ ഓഫ് ലവിൻ്റെ കാർഡും കൂടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ 100% പറയും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരാൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞ പോലത്തെ മാൻ ഹോൾഡിങ് എ കോയിൻ. അതുപോലെ തന്നെ ഏഞ്ചൽ ഓഫ് ലവ്, നിങ്ങൾ ആ ഒരു ഏഞ്ചൽ ഓഫ് ലവ് എനർജിയിലേക്ക് മാറുകയാണ്. വാവ്, സൂപ്പർ. താങ്ക് യു സ്പിരിറ്റ്. എനിക്ക് അറിയേണ്ട ഫർദർ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി തരുമോ സ്പിരിറ്റ്? വാവ്, സൺ കാർഡ്, കിങ് ഓഫ് പെന്റക്കിൾസ്, ഡെത്ത്, റീബർത്ത്, പേജ് ഓഫ് കപ്സ്, 5 of wands, 2 of wands, and there comes the 9 of swords. Bottom of the deck in energy, sun card. കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും പോസിറ്റീവ് കാർഡ് ഈസ് അവർ സൺ കാർഡ്. അപ്പം പൈൽ 2 നിങ്ങളുടെ ഓവറോൾ എനർജി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓവറോൾ എനർജി മാർച്ച് മന്തിൻ്റെ എന്തായിരിക്കും എന്ന് വെച്ചാൽ സൺ കാർഡാണ്. ന്യൂ ബിഗിനിങ്, ഹോപ്പ്, ബ്ലെസ്സിങ്സ്, അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഇൻ ആൻഡ് ഗ്യാങ്ങിൻ്റെ എനർജി ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു മന്ത് തന്നെയായിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ മാർച്ച് മന്ത്. കാരണം സോളാർ പ്ലെക്സസ് ചക്ര, അത് മാത്രമല്ല ന്യൂ ബിഗിനിങ് 19 ആണ് സൺ കാർഡ്. 1 + 9 1, അവൻ 10 വിച്ച് കംസ് ടു 1 ആണ് വരുന്നത്. അപ്പോൾ 1 പുതിയ ബിഗിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഓൾവേസ് ആഗ്രഹിച്ചിരുന്നൊരു ബിഗിനിങ് ആണ്. ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവർക്കും ലൈഫിൽ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പറയില്ല എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ കേസ് പറയണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ന്യൂ ബിഗിനിങ് ആണ്. ആ ഒരു ന്യൂ ബിഗിനിങ്ങിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്, ഒരുപാട് ചേഞ്ചസും, ഒരുപാട് നിങ്ങൾ തന്നെ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നു. നിങ്ങളെ ചാലഞ്ച് ചെയ്ത് നിങ്ങൾ തന്നെ കുറേ കൂടെ ഫ്രണ്ടിലോട്ട് വരുന്നു, കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നു, കുറച്ചുകൂടി എനർജറ്റിക് ആവുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയാണ്. പേജ് ഓഫ് കപ്സിൻ്റെ കാർഡ് ആണെങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലപ്പോഴും നിങ്ങളുടെ എനർജിയിൽ പല ഡേ ഡ്രീമിങ് പകലിരുന്ന് ആവശ്യമില്ല സ്വപ്നം കാണുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലത്തെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. പ്ലസ് കോമ്പറ്റീഷൻ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോബ് സിറ്റുവേഷൻസ് ഒക്കെ നോക്കി പോകുന്നുണ്ടെങ്കിൽ അവിടെ ഹെവി കോമ്പറ്റീഷനാണ്. അതുകൊണ്ടാണ് പല പല ഡോർസ് നമ്മളടുത്ത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്, അഡ്ജസ്റ്റൻറ്റ് പോസിബിലിറ്റീസിൻ്റെ കാർഡ് വെച്ചിട്ട്. അപ്പം എന്താണോ എന്താ പറയുക നമ്മൾ അറിയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു ഗൈഡൻസ് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഓക്കെ, കാര്യം വെച്ചാൽ അടുത്ത മാസം ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര പോസിറ്റീവാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് പോസ് ചെയ്യും. കാര്യം വെച്ചാൽ 9 of Swordsൻ്റെ കാർഡാണെന്ന് വെച്ചാൽ നമ്മൾ
ഈ പറഞ്ഞ പോലെ ബാക്കിയെല്ലാം സെറ്റായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിന് ഒരു സമാധാനമില്ല, നമുക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, നമ്മുടെ ഉറക്കത്തിനെ തന്നെ ബാധിക്കുന്ന പല സിറ്റുവേഷൻസും മാർച്ചിലുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോമ്പറ്റീഷൻ എനർജി ഉണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, അതിന് എന്തെങ്കിലുമൊക്കെ നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർച്ചിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടക്കും കേട്ടോ. കാരണം ഇവിടെ അതിനൊരു എനർജി ഉണ്ട് മാർച്ചിനെ കുറിച്ച്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഫൈനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ വന്നു ചേരുന്ന ഒരു എനർജി ആയിട്ട് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഹെൽപ്പ്. ഓക്കെ, റൈറ്റ്. നമുക്ക് നോക്കാം ഫർദർ എന്തെങ്കിലും നമ്മൾ മിസ്സായി പോയിട്ടുണ്ടോ സ്പിരിറ്റ്. നമുക്ക് ഫർദർ എന്തെങ്കിലും മാർച്ചിൽ ഗൈഡൻസോ ബ്ലെസ്സിങ്സോ എന്തെങ്കിലും ഉണ്ടോ? മാർച്ച്, താങ്ക് യു സർ. മാർച്ച് എന്തെങ്കിലും ഗൈഡൻസ്, ബ്ലെസ്സിങ്സ്. ഷോ ദ വേൾഡ് ദ റിയൽ യു. ഇതിന് എനിക്ക് മുന്നത്തെ റീഡിങ്ങിലും എനിക്ക് കിട്ടിയൊരു എനർജിയാണ്, ഷോ ദ വേൾഡ് ദ റിയൽ യു. അത് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നു. വാവ്, കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. നിങ്ങളുടെ യാങ് എനർജി, എ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്ത് കാരണം സൺ കാർഡ് പുതിയ, നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിലെ ന്യൂ ബിഗിനിങ് തന്നെയാണത്. ആ ന്യൂ ബിഗിനിങ് നമ്മൾ ക്ലെയിം ചെയ്ത ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ഡെത്ത് ആൻഡ് റീബർത്ത് വെച്ചിട്ട്. അതുപോലെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ പല പല സിറ്റുവേഷനിൽ കൂടെ ദൈവം നമ്മളെ വിടുമ്പോൾ നമ്മൾ കുറേ കൂടി പോളിഷ്ഡായി വരും. എന്നുവെച്ചാൽ കുറേ കൂടി മെച്ചോർഡായി പല കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് ഡിസിഷൻ എടുക്കാനും നമ്മൾ കുറേ കൂടെ കാമറാവുകയും ഒക്കെ ചെയ്യും. ഓക്കെ, പിന്നെ കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ഡെഫിനറ്റ്ലി ഇവിടെ കോൺഫിഡൻസിൻ്റെ കാർഡുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഞാൻ യാങ്ങിൻ്റെ കാർഡിനകത്തും യെല്ലോ കളർ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു, സൺ കാർഡിലും യെല്ലോ കളർ. സണ്ണും ഈ പറഞ്ഞ പോലെ സോളാർ ചക്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് കോൺഫിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ബാക്ക് ടു നോർമൽ വരുന്നു. പ്ലസ് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ലെറ്റ് ഗോ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, റൈറ്റ്. നമുക്ക് നോക്കാം നിങ്ങൾക്ക് വേണ്ട ഫൈനൽ മെസ്സേജ് അല്ലെങ്കിൽ ഫൈനൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സ്പിരിറ്റ് എനിക്കറിയേണ്ടത് ഫൈനൽ മെസ്സേജ് ഓർ ഫൈനൽ ഗൈഡൻസ് ഫോർ ഓൾറൈറ്റ്. ഫൈനൽ മെസ്സേജ് അല്ലെങ്കിൽ ഫൈനൽ ഗൈഡൻസ് ഫോർ പൈൽ 2 സ്പിരിറ്റ്. ഫൈനൽ മെസ്സേജ് അല്ലെങ്കിൽ ഫൈനൽ ഗൈഡൻസ് ഫോർ പൈൽ 2. വൺ മോർ ടൈം സ്പിരിറ്റ്. ഫൈനൽ മെസ്സേജ്, ഫൈനൽ ഗൈഡൻസ് ഫോർ പൈൽ 2. പ്യൂരിറ്റി. ഒരു സെക്കൻഡ്, ഇതെന്താ ഫോക്കസ് ചെയ്യാത്ത? യെസ്, പ്യൂരിറ്റി. ഓൾവേസ് ട്രസ്റ്റ് ഇൻ ദ പ്യൂരിറ്റി ഓഫ് യുവർ ഹാർട്ട്. ലുക്ക് ഇൻസൈഡ് യുവർ ഹാർട്ട് ആൻഡ് വിത്തിൻ ഇറ്റ് യു വിൽ ഫൈൻഡ് ദ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ. വാവ്. ഒരുപാട് റിയലൈസേഷൻ വന്നതാണ്. എനിക്ക് ഈ സെയിം ടൈപ്പ് ഓഫ് എനർജി തന്നെയാണ് ഇതിനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പല റിയലൈസേഷൻസ് ഉണ്ടാവുക, പല കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുന്നത്, അങ്ങനെയുള്ള ഒരു പ്യൂരിറ്റി. അതായത് നിങ്ങൾ എത്രത്തോളം പ്യുവറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം റിലയബിളാണ്, ബ്ലെസ്ഡ് ആണ് എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരു മന്ത് കൂടിയായിരിക്കും കേട്ടോ. വാവ്, മാർച്ച് മന്ത് ഒന്നും പറയാനില്ല, എല്ലാം കിടു എനർജീസ്. Super vibes. Thank you guys. Thank you so much for giving these opportunities to read these energies. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ മുഖത്തൂക്കി ടിങ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെ 333. ഞാൻ നേരത്തെ വേണ്ടി കണ്ട നമ്പർ 333 ആണ്. നേരത്തെ ഗ്രൂപ്പുകാർക്ക് 444 ആയിരുന്നു. 333 നിങ്ങൾക്ക് നമ്പർ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഓക്കെ, all right. Anyway, pile 2, thank you so much for connecting. Lots of love and light. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. എനിവേ, താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ഗൈസ്. ടേക്ക് കെയർ. ബൈ. ഹായ് പൈൽ 3, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്.
നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ റൂട്ട് ചക്ര ക്രിസ്റ്റലാണ്. ഓക്കെ, റൂട്ട് ചക്ര ക്രിസ്റ്റൽ ആയതുകൊണ്ട് തന്നെ റൂട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ഈ മന്തിൽ. ഓക്കെ, ഗ്രൗണ്ട് ചെയ്യുക, നമ്മുടെ എനർജി ഗ്രൗണ്ട് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മൾ എനർജി ഗ്രൗണ്ട് ചെയ്യുക, മെഡിറ്റേഷൻ കൂടുതൽ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക, അങ്ങനെയൊക്കെ എന്താ പറയുക, കുറച്ചുകൂടെ ഗ്രൗണ്ട് ചെയ്യുക, എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമിടുന്ന ഒരു മന്ത് തന്നെയായിരിക്കും മാർച്ച്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ തീം, ബ്ലെസ്സിങ്സ്, ചാലഞ്ചസ് ഫോർ ദ മന്ത് ഓഫ്, അതുപോലെ മാർച്ചിൽ നിങ്ങളുടെ പിന്നെ അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു സ്പിരിറ്റ് പൈൽ 3 ആണ് വേണ്ടത് നമുക്ക്. വാവ്, നിങ്ങളുടെ മെയിൻ തീം ഫോർ ദി മന്ത് ഓഫ് മാർച്ച് ഈസ് മാൻ ഹോൾഡിങ് റിലേഷൻഷിപ്പാണ് കേട്ടോ. ഇത് ജസ്റ്റ് മാൻ ഹോൾഡിങ് എ കോയിൻ മാത്രമായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് കാർഡ്. ഓക്കെ, അപ്പം ചില ആൾക്കാർ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിനുണ്ടാകുന്ന ഒരു മന്തായിരിക്കും നിങ്ങളിൽ പലർക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇത് എന്താ പറയുക, ഇപ്പം ഒരു ഹസ്ബൻഡ് വൈഫ് വലിയ പരസ്പരം ഭയങ്കര സ്നേഹവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപാട് പാഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മന്ത് തന്നെയായിരിക്കും ഈ പറഞ്ഞ പോലെ തീം. മൊത്തത്തിൽ റിലേഷൻഷിപ്സാണ്. പിന്നെ പല നമ്മൾ പറയില്ലേ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ഒരുപാട് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ മാർച്ച് മന്തിലെ തീം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ബ്ലെസ്സിങ്സ് സ്പിരിറ്റ്? വാവ്, കമ്മ്യൂണിക്കേഷൻ, ആർക്കേഞ്ചൽ ഗബ്രിയേൽ, 5th ചക്ര. നിങ്ങളുടെ തോട്ട് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ മാർച്ച് മന്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നമ്മളിപ്പോൾ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്കും അതേ എനർജി, അതേ വൈബിൽ അത് മനസ്സിലാവണം. അപ്പോൾ അത് ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നൊരു എനർജിയാണ്. ഡെഫിനറ്റ്ലി അതിനൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചാലഞ്ച് ഫോർ ദ മന്ത് ഇസ് അസൂയ, എൻവി. അടിപൊളി. അതെല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. നമ്മളൊക്കെ വി ആർ ഹ്യൂമൻ ബീങ്സ്, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ്. ഓക്കെ, അടുത്ത മാസത്തെ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് നിങ്ങളോട് അസൂയ തോന്നും. ഓക്കെ, ഈ പറഞ്ഞ പോലെ ചിലർക്ക് അസൂയ തോന്നിയിട്ട് അവർ മനസ്സുകൊണ്ട് പറയും, ഓ അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ നടക്കുന്നുണ്ട്, നമ്മളിവിടെ വിചാരിക്കുന്നു നടക്കുന്ന വേറെന്തോ. ചിലരുടെ അടുത്ത് നിങ്ങൾക്ക് അസൂയ തോന്നും, കാരണം നിങ്ങൾ തന്നെ വിചാരിക്കും, ഓ അവർക്കെല്ലാം ദൈവം എല്ലാം കൈ കൊണ്ട് കൊടുക്കണം, അവരൊന്നും അറിയില്ലല്ലോ, ഓ നമ്മളൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, ഇവർക്കെല്ലാം ദൈവം ഇങ്ങനെ കയ്യിൽ കോരി വെച്ച് കൊടുക്കുന്നു, അവർ ചുമ്മാ ഇരുന്ന് കഴിക്കണം, അങ്ങനെയുള്ള എനർജി. അപ്പം ഡെഫിനറ്റ്ലി എൻവി അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്ന ഒരു എനർജി വൈസ് പറയുകയാണെങ്കിൽ കുറേ എന്താണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ, നമ്മുടെ റിയൽ വേർഷനുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് എന്താ പറയുക, നമ്മൾ പോസിറ്റീവാണോ എന്ന് വെച്ചാൽ യെസ് പോസിറ്റീവാണ്. നമ്മൾ നെഗറ്റീവായി പോകാറുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അസൂയ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായി പോകും. എസ്പെഷ്യലി എനിക്കും ചില സമയത്തല്ല മിക്കപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. കാരണം ചില ആൾക്കാരുടെ എസ്പെഷ്യലി മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പെട്ടെന്ന് കാണുമ്പം ഫസ്റ്റ് വരുന്ന ജലസിയാണ്, അസൂയ തോന്നും എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മനസ്സിലാവും, യെസ് ഓരോരുത്തരും അവരുടെ ജേണിയിലാണ്. നമുക്ക് ഈ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാൾ ബെൻസ് കയറി വരുമ്പം ആദ്യം പറഞ്ഞ ഓ അവന് ബെൻസ് ചെത്തി ബെൻസ് സുഖിച്ച് നടക്കണം, ദൈവം എല്ലാം അവന് വാരിക്കോരി കൊടുക്കണം. പക്ഷേ അവൻ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടതൊന്നും നമ്മൾ കാണുന്നില്ല, അവൻ ബെൻസിൽ നടക്കുന്ന മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ വരാം, ലൈക്ക് അവനായിട്ട് എഫേർട്ടൊന്നും ഇട്ടില്ല, അവൻ്റെ അച്ഛനമ്മമാരായിട്ട് എഫേർട്ട് ഇട്ട് അതിൻ്റെ ഫലമായിട്ട് അവൻ ബെൻസിൽ സുഖിച്ച് നടക്കുന്നതായിരിക്കാം. അത് ക്വൈറ്റ് നാച്ചുറൽ. അപ്പം നമുക്ക് പിന്നെ ഒരു കാര്യം എപ്പോഴും ആലോചിക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുമോ അല്ലെങ്കിൽ എന്ത്, അപ്പോൾ അതെല്ലാവർക്കും ഉള്ളൊരു ഫീലാണ്. അത് നിങ്ങൾക്ക് മാർച്ച് മന്തിൽ കുറച്ച് ഇപ്പം ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യാവുന്ന ഒരു എനർജി ആയിരിക്കും. ഓക്കെ, സോറി ഞാൻ നിങ്ങളുടെ ക്യാമറ ഒന്ന് തട്ടിയിട്ടുണ്ട്. റൈറ്റ്, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചക്രാസ്. വാവ്, തേർഡ് ചക്ര ആർക്കിൻ്റെ ഷാമ്പൂൽ വരുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ദ വേൾഡ് കാർഡ് കംപ്ലീഷൻ,
മിക്കവാറും ഈ പറഞ്ഞ പോലെ അടുത്ത മാസം ഒരുപാട് കംപ്ലീഷൻ്റെയും ന്യൂ ബിഗിനിങ്സിൻ്റെ ഒക്കെ ഒരു പീരീഡ് ആണ്. കാരണം അതിൻ്റെ അടുത്ത മാസം മുതൽ നമുക്കറിയാം വിഷു പിറക്കുന്ന സമയമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ആവാതെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി നമുക്ക് കുറേ കൂടി പോസിറ്റിവിറ്റി, പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ്സ് ഒക്കെ തരുന്നൊരു ടൈമായിരിക്കും. ഓക്കെ, വേൾഡ് കാർഡ് കംപ്ലീഷൻ്റെ കാർഡാണ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ട് ചക്ര ആൻഡ് സേക്രൽ ചക്ര, സേക്രലല്ല, സോളാർ പ്ലക്സസ് ചക്ര വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മന്തായിരിക്കും. ഒരുപാട് ആക്ഷൻ നമ്മൾ പറയില്ലേ, ചിലർ പറയും ഇവൻ ചുമ്മാ വാദം കൊണ്ട് പറയുന്നതല്ലാതെ ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്ന ഒരു എനർജി വരുന്നു എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്, സോറി ഗൈസ്, എനിക്കിത് ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഫർദർ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പിരിറ്റ് എനിക്കറിയേണ്ട ഫർദറായിട്ട്. ടെൻ ഓഫ് പെൻറ്റക്കിൾസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു, പലരുടെയും ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് തന്നെ തനിയെ വന്ന് വീഴുന്നതാണ്. നോക്കാം. ടെൻ ഓഫ് പെൻറ്റക്കിൾസ് സ്പിരിറ്റ് എനിക്ക് അറിയേണ്ട നമ്മുടെ പൈൽ 3ൻ്റെ സക്സസിൻ്റെ ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, ദി ഹാങ്ഡ് മാൻ, magician, 6 of Pentacles, 4 of Cups, and the Tower card. Wow. അടിപൊളി എന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഡെഫിനറ്റ്ലി ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, ഹാപ്പി ഫാമിലി, ഹാപ്പി എനർജി, അതൊക്കെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, പ്ലസ് എന്തെങ്കിലും നിങ്ങൾ സ്റ്റക്കായിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ആയി ന്യൂ ബിഗിനിങ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, ഹാങ്ഡ് മാൻ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന മജീഷ്യൻ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻസും നമുക്ക് ഇഷ്ടമാവാറില്ല. അപ്പോൾ നമ്മൾ ഈശ്വര നമുക്ക് ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പുതിയ തുടക്കം. കാരണം അതിനകത്ത് നമുക്ക് ഒരുപാട് കറക്റ്റ് ചെയ്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവർക്കും ആ ന്യൂ ബിഗിനിങ്. അപ്പം ഡെഫിനറ്റ്ലി മാർച്ച് മന്തിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ലൈക്ക് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ജാനുവരി തുടങ്ങും, ഡിസംബർ അവസാനിച്ച് ജാനുവരി തുടങ്ങുമ്പോൾ മുതലേ നമ്മൾ വിചാരിക്കും ഈ വർഷം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതൊക്കെ മാറ്റം വരുത്തണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ ഈ വർഷം പോവേണ്ടത്, ഇന്ന കാര്യങ്ങൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണത് മനസ്സിലാക്കാൻ. പക്ഷേ ഇവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഞാൻ ചിരിച്ചിരിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ മജീഷ്യൻ്റെ കാർഡ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ബാലൻസ്, നിങ്ങളുടെ എനർജിയിൽ ബാലൻസ് കൊണ്ടുവരിക. പിന്നെ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു അതിലെല്ലാം ഒന്ന് മാറി സഡൻ പോസിറ്റീവ് ചേഞ്ചസ് ആണ് സക്സസ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ പറയും എൻ്റെ ദൈവമേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സക്സസ്സും ഒന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും പൈൽ 3-യിലുണ്ടെങ്കിൽ, പൈൽ 3s ഗുഡ് ന്യൂസ് ഈസ് മാർച്ച് നിങ്ങൾക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മന്തായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. സക്സസ്, മാനിഫെസ്റ്റേഷൻ, ബ്ലെസ്സിങ്സ്, ഗുഡ് ലക്ക് ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ടും സൂപ്പർ മന്ത്. കൊള്ളാം കേട്ടോ. കളക്റ്റീവ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഫയൽ 1, 2 and 3 3 പേരും ഏകദേശം ഒരേപോലത്തെ എനർജി വൈബ്സും ഒക്കെ ആയിരുന്നു. നിങ്ങൾക്കുള്ള a new romantic cycle begins. താങ്ക് യു സ്പിരിറ്റ്. ഇതൊക്കെ ഒരു കൺഫർമേഷനാണ്. ലൈക്ക് എനിക്ക് കിട്ടിയ എനർജി. ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം ആൻഡ് പ്രോസ്പെരിറ്റീസ് ലൈസ് അഹെഡ്. 10 of Pentacles, prosperity, abundance. വാവ്, സൂപ്പർ. എനിക്കൊന്നും പറയാനില്ല. കാരണം അത്രയും പോസിറ്റീവായിട്ടുള്ള കാർഡ്സ്, അത്രയും പോസിറ്റീവ് എനർജീസ്, അത്രയും പോസിറ്റീവ് വൈബ്സ്, അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി, ബ്ലെസ്സിങ്സ്, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന സാധനമാണ് നമ്മുടെ ലൈഫിൽ. അത് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടെ ലൈഫിൽ സക്സസ് വരിക, നമ്മൾ ആഗ്രഹിക്കുന്ന എനർജി ഗെയിനിങ് മൊമെൻറ്റം, അതായത് ന്യൂ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാകുന്നു. ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ആവാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു മാർച്ച് നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളത്. വാവ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഗൈസ്. ഞാൻ മാർച്ച് ഇത്രയും സൂപ്പർബായിരിക്കും വിചാരിച്ചില്ല. നമുക്കൊരു ഫൈനൽ 1 കാർഡ് വെച്ചിട്ട് നമുക്ക് ഈ റീഡിങ് വൈൻഡപ്പ് ചെയ്യാം. സ്പിരിറ്റ് എനിക്ക് അറിയേണ്ടത് ഒരേ ഒരു ഫൈനൽ മെസ്സേജ് ഫോർ അവർ പൈൽ 3 എന്ത് മെസ്സേജാണ്? ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. What was once lost is about to be found. Thanks to the lost and found fairy. Sometimes she can help us find things we never ever realized were lost.
എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് വൈസ് ആണെന്നാലും എന്ത് കാര്യമായിരുന്നാലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുന്നു എന്നുള്ള ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈബ് അത് ഇവിടെ 100% എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു എനർജി ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ടിരിക്കുക. സൂപ്പർ എനർജി. മാർച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു മന്തായിരിക്കും, ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ളൊരു മന്തായിരിക്കും. ഓൾ റൈറ്റ്, പൈൽ 3 എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഓക്കെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.